ഇതൊക്കെ ഫോണും നോക്കിയിരിക്കുന്നതല്ല കേട്ടോ, ഇരുന്ന് ഉറങ്ങുന്നതാണ്. ആദ്യം റെഡി ആയിരുന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഇരിപ്പാണ്. ഫോണും കുത്തിയിരുന്ന് അങ്ങനെ ദേ ആശാൻ ഉറങ്ങിയിട്ടുണ്ട്. പറയുമ്പോഴേക്കും എനിക്ക് അങ്ങ് ഒരുങ്ങി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. ദേ ഈ ചെറുതിനെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് വേണ്ടേ എനിക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഉറങ്ങുന്ന ഇക്കാക്കാനെ വിളിച്ചെണിപ്പിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇത് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇക്കാക്കാന്റെ ENT ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ടു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് ഓഫീസിലേക്കാണ്. ഇന്നത്തെ വർക്കിന്റെ അവലോകനം നടത്താണ് കേട്ടോ ഇക്കാക്കിയും മുകേഷും കൂടി ഇവിടെ. എനിക്ക് അപ്പോഴത്തേക്ക് നന്നായി വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഈ ഒരു മൂങ്കുദാലും വാങ്ങിച്ച് ഞാൻ എന്റെ സീറ്റിൽ വന്നിരുന്നു ഇത് കഴിപ്പായിരുന്നേ. നേരത്തെ കുറച്ച് നേരം ഞാൻ ഇക്കാക്കാനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് പകരം വീട്ടാണ് കേട്ടോ എന്നെ കാറി കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഒമിനി തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒമിനിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല എന്തായാലും ഉടനെ ഇറക്കണം. അങ്ങനെ ഒമിനിയും തള്ളി കയറ്റിട്ട് ആശാന്തെ കാറിലേക്ക് വരുന്നുണ്ട്. ഒരു കള്ളച്ചിരി ഉണ്ട് കേട്ടോ മുഖത്ത്. അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതേ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാസിന് ഒരു ബുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ബുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ അത് തന്നെ എടുത്തു. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിയിട്ടുണ്ട്. ഇത് ഈ കൊല്ലത്ത് എത്രാമത്തെയാണെന്ന് എനിക്ക് വലിയ കണക്കൊന്നുമില്ല. ഇനിയിപ്പോ വീട്ടിലേക്ക് പോട്ടെ, നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.